നരേന്ദ്രമോദി സർക്കാരിന്റെ രാജ്യസഭയിലെ പേടി സ്വപ്നമായ ജോൺ ബ്രിട്ടാസിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും മറ്റൊരു തീപ്പൊരി നേതാവ് കൂടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. തമിഴ് സിനിമയിലെ അനശ്വര നടനും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിന്റെ നേതാവുമായ കമലഹാസനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. നിലവിൽ തമിഴ്നാട്ടിൽ 6 രാജ്യസഭാംഗങ്ങളുടെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 4 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ DMK മുന്നണിക്ക് സാധിക്കും. 234 അംഗ നിയമസഭയിൽ 34 അംഗങ്ങളുടെ പിന്തുണയാണ് ഒരു രാജ്യസഭാംഗത്തെ വിജയിപ്പിക്കാൻ ആവശ്യം. നിലവിൽ DMK മുന്നണിക്കും അതിന്റെ സഖ്യകക്ഷികൾക്കുമെല്ലാമായി 159 അംഗങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ 4 അംഗങ്ങളെ വിജയിപ്പിക്കുക എന്നത് DMKയെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഘവത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ BJP മുന്നണിയിൽ, NDA മുന്നണിയിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല. 2 പേരെ DMK മുന്നണിക്കെതിരായി AIDMK BJP സഖ്യത്തിന് വിജയിപ്പിക്കണമെങ്കിൽ പട്ടാണി മക്കൾ കക്ഷി, AIDMKയിലെ വിമത വിഭാഗം അടക്കമുള്ളവയുടെ പിന്തുണ നേടേണ്ടതായുണ്ട്. അപ്പോഴും മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ AIDMKയും BJPയും വെവ്വേറെ മത്സരിക്കുന്ന ഘട്ടത്തിൽ AIDMKയുടെ സഖ്യകക്ഷിയായ DMDK വിജയകാന്ത് രൂപീകരിച്ച പ്രേമലത വിജയകാന്ത് നിലവിൽ നിയന്ത്രിക്കുന്ന DMDK AIDMKയുടെ കൂടെയായിരുന്നു മത്സരിച്ചിരുന്നത്. ആ സഖ്യത്തിന് പകരമായി ഒരു രാജ്യസഭാ സീറ്റ് DMDKക്ക് AIDMK ഉറപ്പ് നൽകിയിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ആ ഒരു സീറ്റ് DMDKക്ക് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ AIDMK BJP മുന്നണിയിൽ ഒരു പൊട്ടിത്തെറിക്കും സാധ്യത കൂടുതലാണ്. അതോടൊപ്പം ഈ അടുത്ത സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിവാക്കിയ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ BJP ടിക്കറ്റിൽ AIDMKയുടെ ഉൾപ്പെടെ പിന്തുണയോടെ രാജ്യസഭയിലേക്ക് അയക്കാനും NDA മുന്നണിക്ക് പദ്ധതിയുണ്ട്. എന്തായാലും വീണ്ടും തമിഴ്നാട്ടിൽ നിന്നും ഒരു തീപ്പൊരി നേതാവ് രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ കമലഹാസന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ മക്കൾ നീതി മയ്യത്തിന്റെയും ചരിത്രം ഒന്ന് പരിശോധിക്കാതെ കടന്നു പോകാനാകില്ല. 2018 ഫെബ്രുവരിയിലാണ് മധുരയിൽ വെച്ച മക്കൾ നീതി മയ്യം എന്ന പുതിയ പാർട്ടി കമലഹാസൻ പ്രഖ്യാപിക്കുന്നത്. കമലഹാസന്റെ ആ പ്രഖ്യാപനത്തിന് ശേഷം 2 തെരഞ്ഞെടുപ്പുകളെ മക്കൾ നീതി മയ്യം ഒറ്റയ്ക്ക് മത്സരിച്ച പരീക്ഷണം നടത്തിയിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. 37 സീറ്റിൽ മത്സരിച്ചെങ്കിലും 39 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അതിൽ 37 സീറ്റുകളിലും മത്സരിച്ചെങ്കിലും 3.67% വോട്ട് വിഹിതം സ്വന്തമാക്കാനായി എന്നത് മാറ്റി നിർത്തിയാൽ കാര്യമായൊരു ചലനം ഉണ്ടാക്കാൻ മക്കൾ നീതി മയ്യത്തിനോ കമലഹാസനോ സാധിച്ചിരുന്നില്ല. തുടർന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 180ഓളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വോട്ട് വിഹിതം പിന്നെയും കുറഞ്ഞു, 2.62%. ഇതോടുകൂടി തമിഴ്നാട്ടിൽ മക്കൾ നീതി മയ്യത്തിന്റെ ഭാവി തന്നെ അടഞ്ഞു എന്ന് വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് DMKയുമായി, ഇന്ത്യ സഖ്യവുമായി ഒരു അടുപ്പം മക്കൾ നീതി മയ്യവും കമലഹാസനും പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത്. കമലഹാസൻ തന്നെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്നും മക്കൾ നീതി മയ്യം വിട്ടുനിൽക്കുകയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിനായി മക്കൾ നീതി മയ്യവും കമലഹാസനും കൈമേയ് മറിഞ്ഞ് പ്രവർത്തിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഉറപ്പ് നൽകിയ DMK മുന്നണി ഉറപ്പ് നൽകിയ ഒരു കാര്യമായിരുന്നു ഒരു രാജ്യസഭാ സീറ്റ്. ആ രാജ്യസഭാ സീറ്റാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നും മറ്റൊരു തീപ്പൊരി നേതാവായ കമലഹാസൻ കൂടി രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ രാജ്യസഭയിൽ BJP നേതൃത്വത്തിന് ഭയപ്പെടാൻ കാര്യങ്ങളേറെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.